അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലിസാനിലെ 1ാം പാഠത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബാക്കി ഭാഗമാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കല്ല് പോലെ അല്ലെ, ഏത് ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാലും കല്ല് പോലെ മാറ്റം വരാത്തതിന് പറയുന്ന പേരാണ് മബ്നി എന്നും, എവിടെ കൊണ്ടുപോയി വെച്ചാലും പഞ്ചസാര പോലെ മാറ്റം വരുന്നതിന് പറയുന്ന പേരാണ് മുഅറബ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ 5ാം പേജിലും 6ാം പേജിലുമായിട്ട് നമ്മുടെ പുസ്തകത്തിലെ 5ാം പേജിലും 6ാം പേജിലുമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക. ആദ്യം എല്ലാ മക്കളും 5ാമത്തെ പേജ് തുറക്കുക. അതില് ഫസ്റ്റ് ഭാഗത്തിൽ ഒരു ബോക്സ് കാണുന്നുണ്ടല്ലോ അല്ലെ, 1ാമത്തെ തദ്രീബാത്ത് നോക്കല്ല, നമുക്ക് എല്ലാവർക്കും നോക്കട്ടോ. نلاحظ الأواخر الكلمات الملونة ونفهم الفرق بين المعرب والمبني. നുലാഹിദു നമുക്ക് ശ്രദ്ധിക്കാം, അവാഖിറൽ കലിമാത്തി കലിമത്തുകളുടെ അവസാനങ്ങളെ നമുക്ക് എന്താവാം ശ്രദ്ധിക്കാം. എങ്ങനത്തെ കലിമത്താണ്? അൽ മുലവ്വിനത്തി കളർ നൽകപ്പെട്ടതായ കലിമത്ത് ഉണ്ടല്ലോ പെട്ടിക്കോളത്തില്, ആ ബോക്സിൽ എല്ലാരും കണ്ടില്ലേ കളർ കൊടുത്ത കലിമത്താണ് ഓരോ കോളത്തിലും. അത് നമുക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് അതിന്റെ അവസാനം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ത് മുഅറബും മബ്നി ഏതാന്ന് നമുക്ക് മനസ്സിലാക്കട്ടോ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ നോക്കി നിങ്ങൾ എന്താ പറഞ്ഞേ? ഹാസ ബൈത്തു ഹുവ കഅബത്തുൻ. എന്താ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചല്ലേ, ഈ വീടാകുന്നത് എന്താണ്? കഅബയാണ് എന്ന് നമ്മൾ പുസ്തകത്തിൽ തന്നെ അർത്ഥം വെച്ച് പഠിച്ചാണ്. രണ്ടാമത്തെ ബോക്സിൽ എന്താ പറഞ്ഞേ? ഹൽ റഅയ്തും ഹാദൽ ബൈത്ത, നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടോ? യതവജ്ജഉൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി, മുസ്ലിങ്ങൾ എന്താവുന്നു? ഈ ഭവനത്തിലേക്ക് മുന്നിടുന്നു അല്ലെ, അവരുടെ നിസ്കാര സമയങ്ങളിൽ അവർ മുന്നിടുന്നു. ഇതൊക്കെ നമ്മൾ എന്തായതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഈ 3 കോളത്തിലും കളർ കൊടുത്ത വാക്കുകൾ നിങ്ങൾ കണ്ടില്ലേ? ഫസ്റ്റത്തെ കോളത്തിൽ ഹാസ എന്നുണ്ട്, അതിന്റെ അവസാനം തന്നെയാണ് ഹാസ എന്നാണ് അല്ലെ. ഇനി അടുത്ത കോളത്തിൽ നോക്കി, ഹാസ എന്നുള്ളതിന് പച്ച കളറിനല്ലേ, അതിന്റെ അവസാനത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിക്കണോ? ഇല്ല. നേരത്തെ പറഞ്ഞ ഹാദന്റെ അവസാനത്തിൽ മാറ്റം ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത കോളത്തിൽ നോക്കി, യതവജ്ജുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി, അതിലെ കളർ കൊടുക്കപ്പെട്ടതായ ഹാദ, അതിന്റെ അവസാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അങ്ങനെ എവിടെ വെച്ചാലും മാറ്റം വരാത്തതിന് പറയുന്ന പേരാണ് എന്ത് എന്നുള്ളത്? മബ്നി. അപ്പൊ ഹാസ എന്നുള്ളതൊക്കെ എന്താണ്? മബ്നിയാണ്. ഇനി അതിൽ തന്നെ മറ്റൊരു കളർ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ, നീല കളർ കൊടുത്ത വാക്കാണ് നോക്കി, അൽ ബൈത്തു ഫസ്റ്റ് കോളത്തില്. രണ്ടാമത്തെ കോളത്തിൽ എന്താണ്? അൽ ബൈത്ത, അതാ മാറ്റം വന്നില്ലേ, അവസാനത്തിൽ ഫതഹ് വന്നില്ലേ. ഇതിന്റെ അവസാനത്തെ കോളത്തിൽ നോക്കി, ഹാദൽ ബൈത്തി, അവിടെയും മാറ്റം വന്നു. ഇപ്പൊ ബൈത്തു ബൈത്ത ബൈത്തി ഒക്കെ മാറ്റം വരുന്നുണ്ടല്ലേ. അങ്ങനെ മാറ്റം സംഭവിക്കണതിന് പറയണ പേരാണ് എന്ത് എന്നുള്ളത്? മുഅറബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ, അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ സുഖമായില്ല മനസ്സിലാക്കാന്. ഈ ലാസ്റ്റ് കോളങ്ങളിൽ നോക്കി നിങ്ങള്, അൽ കഅബത്തു ഫിൽ മക്ക, മാറ്റം വന്നിട്ടില്ല കഅബത്തു എന്നുള്ളതിന്. അതുപോലെ ബനാ ഇബ്രാഹിമോ ഇസ്മായിൽ അലൈഹി ഇസ്ലാം അൽ കഅബത്ത, അവിടെ മാറ്റം വന്നില്ല, കഅബത്ത എന്നായില്ല അവസാനത്തില്. അതുപോലെ യതൂഫുൽ ഹുജ്ജാജു ബിൽ കഅബത്തി, അവിടെ എന്തായി അവസാനത്തില്? കഅബത്തി എന്നായി. ഇപ്പൊ കഅബത്തു കഅബത്ത കഅബത്തി, അതിന്റെ ഒക്കെ അവസാനത്തേക്ക് നോക്കുമ്പോ മാറ്റം വരുന്നുണ്ടല്ലേ. അപ്പൊ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതാണ്? മുഅറബാണ്. അപ്പൊ നമ്മള് മുമ്പ് പാഠത്ത് പഠിച്ച പ്രകാരം നമുക്കിത് മനസ്സിലായല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ബോക്സും കൂടെ ഉണ്ട്, അതിന്റെ താഴെ കണ്ടല്ലോ നുലാഹിദുൽ ജദ്വൽ. നമുക്ക് ഈ ബോക്സ് എന്താവാം ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. അതിൽ നമുക്ക് പഠിക്കാൻ എന്താ അറിയോ? മുഅറബും മബ്നിയും നമ്മൾ ഒന്നും കൂടെ വിശാലായിട്ട് പഠിക്കാൻ പോവാണ്. നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക. അത് പഠിക്കണതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ മുഅറബ്, നമുക്ക് മുഅറബും മബ്നിയാണല്ലോ പഠിക്കാനുള്ളത്. അപ്പൊ മുഅറബിൽ വരുന്ന സാധനങ്ങളാണ്: ഒന്ന് ഇസ്മ്, രണ്ട് ഏതാണ്? ഫിഅ്ല് മുളാരിഹ്. എന്ത് ഇസ്മ ആവട്ടെ. അപ്പൊ നമ്മൾ ഒരു വരി വായിക്കാണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഇസ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? മുഅറബാണ്. അപ്പൊ നമ്മളെ പാഠത്തിലുണ്ടല്ലോ, ബന ഇബ്രാഹിമു ഇസ്മായിലു അലൈഹിസ്സലാം, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി നിർമ്മിച്ചു എന്നുള്ളത്. അപ്പൊ ഇബ്രാഹിം എന്നുള്ള ഇസ്മായിൽ എന്നുള്ള പേരാണല്ലോ. അപ്പൊ എന്താണ്? ഇസ്മായത് കാരണത്താൽ എന്താണ്? മുഅറബാണ്. ഇപ്പൊ ഇവിടെ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കി നിങ്ങള്. കിതാബുൻ, ബുക്ക്, എല്ലാ ബുക്കിനും നമ്മൾ കിതാബ് എന്ന് പറയില്ലേ. മദ്രസ ബുക്കാവട്ടെ സ്കൂൾ ബുക്കാവട്ടെ ഒക്കെ നമ്മൾ കിതാബ് അറിയില്ലേ. അതുപോലെ തോലിബുൻ, എല്ലാ കുട്ടികൾക്കും നമ്മൾ തോലിബ് അറിയില്ലേ, വിദ്യാർത്ഥികൾക്കൊക്കെ തോലിബ് എന്ന് പറയില്ലേ. അതുപോലെ ബക്കറത്തുൻ, എല്ലാ പശുക്കൾക്കും നമ്മൾ പശു എന്ന് പറയൂലേ. ഷജറത്തുൻ, എല്ലാ മരങ്ങൾക്കും നമ്മൾ എന്ത് പറയും? ഷജറത്ത് എന്ന് പറയും. അങ്ങനെ എന്തൊക്കെ പേരുണ്ടോ, പഴമാവട്ടെ പച്ചക്കറി ആവട്ടെ മൃഗങ്ങളാവട്ടെ ഇനി ജീവനുള്ള വസ്തുക്കളാവട്ടെ ജീവനില്ലാത്ത മേശ പോലത്തെ ആവട്ടെ, എല്ലാ മേശാർക്കും നമ്മൾ മേശ എന്നല്ല പറയാം.
അപ്പൊ അങ്ങനെ ഇസ്മാണോ? ഇസ്മാണെങ്കിൽ എന്താണ്? മുഅറബാണ്. ഇനി നേരെ മറിച്ച് ഫിഇല് മുളാരി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? മുഅറബാണ്. ഈ രണ്ട് സാധനങ്ങളാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? മുഅറബാവുള്ളൂ. ഇനി ഫീല് മുളാരി എങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയോ? നമ്മൾ അർത്ഥം വെക്കുമ്പോ യദ്ഹബു എന്താ അർത്ഥം വെച്ചേ? പോകും. നമ്മൾ പോയി കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും എന്നർത്ഥം വെക്കുവോ? അതുപോലെ യഖ്റഉ എന്താ അർത്ഥം വരിക? വായിക്കും. നമ്മൾ വായിച്ചു കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയുവോ? അങ്ങനെ അർത്ഥം വെക്കുവോ? ഇല്ല. അതുപോലെ യജ്ലിസു ഇരിക്കും, അല്ലെങ്കിൽ നജ്ലിസു ഞങ്ങൾ ഇരിക്കും. അപ്പൊ നമ്മള് മുളാരി ആവണ സമയത്ത് ഈ രൂപത്തിലാണ് അർത്ഥം വരിക. നമ്മൾ ആ കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ളതേക്കാരം, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കണേക്കാരം. അപ്പൊ ആ രൂപത്തിൽ വരുമ്പോഴാണ് മുളാരിയിൽ വരിക. പിന്നെ ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ് മുളാരിന്റെ ഫസ്റ്റിൽ വരുന്ന അക്ഷരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹംസേക്കാരം, അലിഫ്, അല്ലെങ്കിൽ താ ഏക്കാരം, അല്ലെങ്കിൽ യാ ഏക്കാരം, അല്ലെങ്കിൽ നൂനേക്കാരം. കൂട്ടി വായിച്ചാല് അത്തൈന. ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം അതിന്റെ ഫസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ പുസ്തകത്തിൽ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കി. അതുപോലെ 4 അക്ഷരങ്ങളേക്കാരം മുളാരിയായ ഫീല്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. യദ്ഹബു എന്ന് പറയുമ്പോ ഇതിന് ഫസ്റ്റ് യാ വന്നില്ലേ? അതുപോലെ തെക്തുബു എന്ന് പറയുമ്പോ ഇതിന് ഫസ്റ്റ് താ വന്നില്ലേ? നജ്ലിസു ഫസ്റ്റ് നൂന് വന്നു. അതുപോലെ അക്റഉ ഫസ്റ്റ് അലിഫ് വന്നു. പക്ഷെ ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത് 4 അക്ഷരമുണ്ട്. ഈ പറയപ്പെട്ട അത്തൈന, ആ തൈന, ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിന്റെ തുടക്കത്തിലും വരും. അപ്പൊ അത് ഫീല് മുളാരിയാന്ന് മനസ്സിലാക്കട്ടോ. ഇനി നമുക്ക് പുസ്തകത്തിൽ ഒരു വരി വായിച്ചു നോക്കാം. കണ്ടില്ലേ? യദ്ഹബുൽ മുസ്ലിമൂന ഇലാ മക്ക. യദ്ഹബു പോകും, അൽ മുസ്ലിമൂന ആര്? മുസ്ലിങ്ങൾ പോകും, ഇലൽ മക്ക മക്കയിലേക്ക്. അപ്പൊ യദ്ഹബുക്ക് എന്താ അർത്ഥം വെച്ച? പോകും എന്നല്ലേ? അപ്പൊ എന്താണ്? ഫീല് മുളാരിയാണ്. എത്ര അക്ഷരങ്ങളുണ്ട് നോക്കി? 4 അക്ഷരങ്ങളുണ്ട്. അതിന്റെ ഫസ്റ്റ് എന്ത് വന്നുക്കണു? യാ വന്നുക്കണു. അപ്പൊ ഫീല് മുളാരിയാണ്. ഫീല് മുളാരി ആണെങ്കിൽ മൂറബാണോ മബ്നിയാണോ? ഏതാണ്? ആ മൂറബ്. നമ്മൾ പഠിച്ചില്ലേ? മൂറബിൽ ഏതൊക്കെ വരിക? ഇസ്മും ഫീല് മുളാരിയും. അപ്പൊ അതുപോലെ അതിൽ മുസ്ലിമൂന എന്നുണ്ടല്ലോ, അഥവാ മുസ്ലിങ്ങൾ എന്ന്. എല്ലാ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾ എന്ന് പറയില്ലേ? അപ്പൊ ഒരു പേരാണ്. അപ്പൊ അത് ഇതിലാ വരിക. പേരാകുമ്പോ ഇതിലാ വരിക ഇസ്മ. ഇസ്മാകുമ്പോ എന്തിലാ വരിക? മൂറബ്. അതുപോലെ മക്ക. മക്ക എന്നുള്ളത് സ്ഥലല്ലേ? ഒരു സ്ഥലപ്പേരല്ലേ മക്ക എന്നുള്ളത്? അപ്പൊ അത് മൂറബാണോ മബ്നിയാണോ? മൂറബാണ്. എന്തുകൊണ്ടാ മൂറബായത്? കാരണം മക്ക എന്നുള്ളത് എന്താണ്? ഇസ്മാണ്. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്കിത് വലിയ പ്രയാസമില്ലാതെ പഠിക്കട്ടോ. ഇനി ആ ബോക്സിൽ അടുത്ത ഭാഗം നോക്കി. അംസിലത്തുൻ ലിൽ മബ്നി. അവ മബ്നീന്റെ ഉദാഹരണങ്ങളാണ്. മബ്നിയിൽ ഏതൊക്കെ വരികയെന്നോ അതിന്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് മബ്നിയിൽ ഏതൊക്കെ വരിക നോക്കട്ടോ. ഇപ്പൊ സ്ക്രീനിൽ നോക്കി എല്ലാവരും കണ്ടില്ലേ? വൽ മബ്നിയു. അപ്പൊ മബ്നിയിൽ ഏതൊക്കെ വരിക എന്നാ പറയാൻ പോണേ. ഫസ്റ്റ് അൽ ഹുറൂഫു, അഥവാ ഏതാ വരിക? ഹറഫുകൾ. ഹറഫുകൾ ഫുൾ എന്താണ്? മബ്നിയാണ്. അതുപോലെ അസ്മാ ഉൽ ഇഷാറ, ഇഷാറത്തിന്റെ ഇസ്മുകൾ അഥവാ സൂചന കൊടുക്കുന്ന ഇസ്മുകളില്ലേ? അത്, ഇത്, അങ്ങനെ നമ്മൾ സൂചിപ്പിക്കൂലേ? അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്, അതൊക്കെ എന്താണ്? മബ്നിയാണ്. പിന്നെ അദവാത്തുൽ ഇസ്തിഫ്ആമ്, അതായത് ചോദ്യത്തിന്റെ അടയാളങ്ങള്. അദവാത്തുൽ ഇസ്തിഫ്ആം പറഞ്ഞാല് ചോദ്യത്തിന്റെ അടയാളങ്ങള്. ഇപ്പൊ നമ്മള് ആര്, എവിടെ, എങ്ങനെ, അങ്ങനെയൊക്കെ അറബിയിൽ വരുന്ന പദം ഉണ്ടല്ലോ. ആ പദങ്ങളൊക്കെ എന്താണ്? മബ്നിയാണ് ട്ടോ. ഇനി അടുത്തത് ഏതാ വരിക? ലൊമാഇറുകള്, ലൊമീറുകള്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ? ഹുവ ഹുമാഹും ഹിയ ഹുമാ ഉന്ന അൻത അൻതുമ അൻതും. ആ ലൊമീറുകളൊക്കെ ഇതിലാണ് വരിക? മബ്നിയിലാണ് വരിക. പിന്നെ അവസാനത്തതാണ് ഫീല് മാദി, അതുപോലെ ഫീല് അംറ്. ഫീല് മാദി എന്ന് പറയുമ്പോള് 3 അക്ഷരേക്കാരം. അപ്പൊ നമ്മള് ഫഅല എന്ന് പറഞ്ഞ പ്രവർത്തിച്ചു. അതുപോലെ മാദിന്റെ അർത്ഥം പറയുമ്പോഴേ അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ കാര്യക്കാരം. അപ്പൊ നമ്മളെ പാഠത്തിൽ വന്നല്ലോ, ബന ഇബ്രാഹിം. ഇബ്രാഹിം നബി എന്തായി? നിർമ്മിച്ചു എന്നല്ല അവിടെ അർത്ഥം പറഞ്ഞേ. അപ്പൊ നിർമ്മിച്ച് കഴിഞ്ഞോണ്ടല്ലേ നമ്മൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? ഫീല് മാദിയാണ്. അപ്പൊ ഇതിലാണ് വരിക? മബ്നിയിലാണ് വരിക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ, നമ്മൾ ഇങ്ങനെ ഒരു പാരാഗ്രാഫ്, ഒരു വരി ഇങ്ങനെ വായിച്ചു വരികയാണ്. അപ്പൊ അതിൽ ഇസ്മോ ഫീലോ മുദാരിയോ ഉണ്ടെങ്കിൽ അത് രണ്ടും എന്താണ്? മൂറബാണ്. പിന്നെ നമ്മൾ വായിക്കണ വരിയിൽ എന്തുണ്ട്? ഹറഫ് ഉണ്ട്, അതുപോലെ ലൊമീർ ഉണ്ട്, ഇസ്മുൽ ഇഷാറ ഉണ്ട്, അദാത്തുൽ ഇസ്തിഫ്ആം ഉണ്ട്, ഫീല് മാദി ഉണ്ട്, ഫീല് അംർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ്? മബ്നിയാണ്. അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ പഠിക്കണം. മൂറബിൽ ഏതൊക്കെ വരിക? ഇസ്മു, ഫീല് മുദാരി. മബ്നിയിൽ ഏതൊക്കെ വരിക? ആ ലൊമീർ, ഹുറൂഫ്, അദവാത്തുൽ ഇസ്തിഫ്ആം, അസ്മാഉൽ ഇഷാറ, ഫീല് മാദി, ഫീല് അംർ. അങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഒരു വരി കണ്ടാൽ അതിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്കത് പേരാണോ എന്താന്ന് തിരിച്ചറിയില്ലേ? അപ്പൊ നമുക്ക് സുഖേകാരം. അപ്പൊ അങ്ങനെ പഠിച്ചേക്കട്ടോ ആദ്യം.
ഇനി പുസ്തകത്തേക്ക് നോക്കി അതിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കണ്ടില്ലേ? അള്ളൊമാഇറു, അതായത് ലൊമീറുകള്. അതിന്റെ ഉദാഹരണങ്ങൾ നേരെ അതിന്റെ ഫസ്റ്റ് കോളത്ത് പറയണ കണ്ടില്ലേ? ഹുവ ഹിയ അൻത നഹ്നു. അപ്പൊ എല്ലാ ലൊമീറും പെട്ടിട്ടോ. ഏതൊക്കെയാന്ന് വെച്ചാല് ഹുവ ഹുമാഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അനാ നഹ്നു. ഇതൊക്കെ വന്നാലും തന്നെയാണ് ലൊമീറാണ് കേട്ടോ. ലൊമീറാകുമ്പോ എന്താവും ചെയ്യും? മബ്നിയാവും. അടുത്തത് നോക്കി നിങ്ങൾ എന്താണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം അഥവാ ചോദ്യത്തിന്റെ അടയാളങ്ങൾ. പുറത്ത് ഉദാഹരണങ്ങൾ തന്നോളൂ കണ്ടില്ലേ? മൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആര്. ഹൽ എന്ന് പറഞ്ഞാല് ഉണ്ടോ, ആണോ എന്നൊക്കെയാണ് എന്താവുക അർത്ഥം വരും ട്ടോ. അതുപോലെ കൈഫ എന്ന് പറഞ്ഞാല് എങ്ങനെ, അയിന എന്ന് പറഞ്ഞാല് എവിടെ. അങ്ങനെ ചോദ്യോത്തരത്തിന് വരുന്ന ഈ രൂപത്തിലുള്ള അടയാളങ്ങളാണെങ്കിൽ അതെന്താണ്? മബ്നിയാണ്. അപ്പൊ അടുത്തതാണ് അസ്മാ ഉൽ ഇഷാറ, ഇഷാറത്തിന്റെ ഇസ്മുകൾ, സൂചനയുടെ ഇസ്മുകൾ. അതിന്റെ ഉദാഹരണങ്ങൾ ഇതാ പുറത്ത് കൊടുത്തിട്ട് എന്തൊക്കെയാണ്? ഹാസ, ഹാദിഹി, ദാലിക, തിൽക്ക. ഇതൊക്കെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചല്ലേ, ഒന്നൊന്നും രണ്ടെന്നൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ സുഖല്ലേ? പിന്നെ ഹുറൂഫുകള് ഫീ, മിൻ, ലാ, ഇന്ന. അപ്പൊ ബാക്കിയുള്ള അറഫുകളൊക്കെ ഇതിലേ വരുള്ളൂ, ഹുറൂഫുകളിലാണ് വരിക ട്ടോ. പിന്നെ ഫീല് മാലിക്കും അംറിനും ഉദാഹരണം അവിടെ പറയേണ്ടത് എന്തൊക്കെയാണ്? ഫഅല, ഫഅല, ഇഫ്അൽ എന്നൊക്കെ കണ്ടല്ലോ. ആ രൂപത്തിലാണ് ഫീല് മാലിന്റെയും അംറിന്റെയും ഉദാഹരണങ്ങൾ വരിക. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സർഫാക്കാൻ പഠിച്ചതല്ലേ മാലിയായ ഫീല്. അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മുഅറബും മബ്നിയും വളരെ സിമ്പിൾ ആയിട്ട് പഠിട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചോദ്യം നോക്കാം. കണ്ടല്ലോ, പട്ടികപ്പെടുത്താനാണ്. മുഅറബും മബ്നി എന്നുള്ള രണ്ട് കോളുണ്ട്, അതിനോട് യോജിച്ച് മുകളിൽ നോക്കിയിട്ട് എഴുതാനാണ്. ഫസ്റ്റത്തെ എന്താണ്? കിതാബുൻ. കിതാബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്കാണല്ലേ. എല്ലാ ബുക്കിനും കിതാബ് എന്ന് പറയില്ലേ? അപ്പൊ എന്താണ്? ഇസ്മാണല്ലേ, പേരാണ്, ഇസ്മാണ്. അപ്പൊ ഇസ്മാവുമ്പോ ഇല വരിക മുഅറബിലോ മബ്നിയിലോ? ഇസ്മാവുമ്പോ ഇല വരിക മുഅറബില്. അതുപോലെ മൻ, മൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആര്. ആര്, ആര് എന്നാകുമ്പോ എന്താണ്? ചോദ്യത്തിന്റെ അടയാളല്ലേ, അദവാത്തുൽ ഇസ്തിഫ്ഹാം. അപ്പൊ അദവാത്തുൽ ഇസ്തിഫ്ഹാം ഇല വരിക മുഅറബിലാണോ മബ്നിയിലാണോ? എല്ലായിലാണ്, മബ്നിയില്. പിന്നെ അൻത, അൻത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ അല്ലേ. അതിലാ വരിക അൻതാണ്. ഇപ്പൊ എവിടെ വന്നിക്കണ? ലൊമീറിൽ നമ്മൾ പഠിച്ചില്ല അൻത വരുന്ന്. അപ്പൊ ലൊമീർ വന്നാല് മുഅറബാണ് മബ്നിയാണ്, ഏതാണ് വരിക? മബ്നിയ്. അതുപോലെ അടുത്തത് എന്താണ്? ഷജറത്തുൻ. എല്ലാ മരങ്ങൾക്കും നമ്മൾ ഷജറത്തുൻ എന്ന് പറയില്ലേ? പറയും. അപ്പൊ എല്ലാ മരങ്ങൾക്കും പറയണ പേരാണ് എന്ത് എന്നുള്ളത്? മരം, ഷജറത്ത് എന്നുള്ളത്. അപ്പൊ എന്താണ്? ഇസ്മാണ്. ഇസ്മാവുമ്പോ ഇതിലാണ് വരിക മുഅറബിലോ മബ്നിയിലോ? മുഅറബില്. അതുപോലെ ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊമീർ ആണല്ലോ അല്ലേ. ലൊമീർ ഇതിലാ വരിക മുഅറബിലോ മബ്നിയിലോ? ലൊമീർ വരുന്നത് ആലോചിച്ച് നോക്കി. മബ്നിയിലല്ല ലൊമീർ വരുന്നേ. അതുപോലെ തോലിബുൻ, തോലിബുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിദ്യാർത്ഥി. വിദ്യാർത്ഥിക്ക് തോലിബുൻ പറയല. എല്ലാ വിദ്യാർത്ഥികൾക്കും തോലിബുൻ എന്നല്ല പറയാ. എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ വിദ്യാർത്ഥി എന്നല്ല പറയാറ്. അപ്പൊ അവരുടെ പേരാണത്. ഇപ്പൊ ഇസ്മാവുമ്പോ മുഅറബിലാണ് മബ്നിയിലാണ് വരിക? ഇതിലാണ് വരിക മുഅറബില്. ഈ രൂപത്തിലൊക്കെയാണ് ഈ പാഠത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക ട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കട്ടോ. ഇനി അടുത്ത ഭാഗം നോക്കുക, 6-ാമത്തെ പേജ്. ഫസ്റ്റ് പ്രവർത്തനം എന്താണ്? നുക്കമ്മിനുൽ ഫറാഅ കമാ ഫിൻ നമൂദജ്, അഥവാ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. മുകളിൽ ഒന്ന് കൊടുത്തുകൊണ്ട് ദാലിക മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് അതേമാതിരി താഴത്തുള്ളത് പൂരിപ്പിക്കാനാണ്. നോക്കി ഫസ്റ്റ് ദാലിക ബാർ മസ്ജിദ് എന്ന് കണ്ടല്ലോ. ഇനി ഇതിൽ ഓരോ കോളം നോക്കി. ദാലിക മസ്ജിദുൻ, അതെന്താണ്? പള്ളിയാണ്. ലാലിക്ക എന്നുള്ളത് ഇതിലാണ് വരിക എന്ന് നമ്മൾ പഠിച്ചുകൊള്ളല്ലേ. ഏതാണ്? ഇസ്മുൽ ഇഷാറയാണ് ലാലിക്ക. അപ്പൊ ഇതിലാണ് വരിക ഇസ്മിലോ ഫീലിലോ? ഏതാണ്? ലാലിക്ക മസ്ജിദുൻ, അത് പള്ളിയാണ്. അപ്പൊ ലാലിക്ക എന്നുള്ളത് ഇതിലാ വരിക. ലാലിക്ക എന്ന് പറഞ്ഞ എന്താണ്? ഇസ്മുൽ ഇഷാറയാണല്ലോ അല്ലേ. അപ്പൊ അവിടെ വരിക മുഅറബിലോ മബ്നിയിലോ? മബ്നിയിലല്ലേ. മസ്ജിദുൻ, എല്ലാ പള്ളികൾക്കും നമ്മൾ മസ്ജിദ് എന്നല്ല പറയാ. മസ്ജിദ് എന്നുള്ളത് എന്താണ്? ഇസ്മാണ്. അപ്പൊ ഇതിലാണ് വരിക മുഅറബാണ് മബ്നിയാണ്, ഏതാണ് വരിക? ഇസ്മു മുഅറബല്ല വരിക. അപ്പൊ മുഅറബിലട്ടോ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഉദാഹരണങ്ങളും നോക്കുമ്പോൾ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മുഅറബും മബ്നിയും തിരിഞ്ഞിക്കണമെന്ന് മനസ്സിലാവും ട്ടോ. ഇനി നോക്കാം. ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ, എന്താണ് പറഞ്ഞത്? ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ദാലിക്കൽ മസ്ജിദ, ആ പള്ളിയെ ഞാൻ എന്താവുന്നു? ഇഷ്ടപ്പെടുന്നു. അതുപോലെ സ്വല്ലൈതു ഫീ ദാലിക്കൽ മസ്ജിദി, ഞാൻ നിസ്കരിച്ചു. ഫീ ദാലിക്കൽ മസ്ജിദി, പള്ളിയിൽ ഞാൻ എന്തായി? പള്ളിയിൽ ഞാൻ എന്തായി? നിസ്കരിച്ചു. ഇപ്പൊ നമ്മൾ ദാലിക മസ്ജിദ് എന്നുള്ളത് വെച്ചിങ്ങാണ്ട് 3 ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? അതേമാതിരി തിൽക്ക എന്നുള്ളത് കൊണ്ടും മക്തബത്ത് എന്നുള്ളത് കൊണ്ടും എന്താവാനാണ്? താഴെ പൂരിപ്പിക്കാനാണ്. മേലെ മസ്ജിദ് എന്ന് വന്നോടത്തൊക്കെ താഴെ എന്താവുക? മക്തബത്ത് എന്ന് കൊടുക്കുക. ദാലിക എന്ന് വന്നോടത്തൊക്കെ താഴെ തിൽക്ക എന്ന് കൊടുത്ത് പൂരിപ്പിക്കാനാണ് ട്ടോ. അപ്പൊ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പൂരിപ്പിക്കുക.
അപ്പോ മക്തബത്ത് എന്ന് പറഞ്ഞാല് ലൈബ്രറി എന്നാണ് അർത്ഥം, ലൈബ്രറി. അപ്പൊ ഇനി അത് മറക്കണ്ട. അപ്പൊ താഴത്തെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലാണ് പൂരിപ്പിക്കേണ്ടത്. തിൽക്ക മക്തബത്തുൻ, ഉഹിബ്ബു തിൽക്കൽ മക്തബത്ത, ലഹബ്തു ഇലാ തിൽക്കൽ മക്തബത്തി. അപ്പൊ ആ രൂപത്തിൽ പൂരിപ്പിക്കട്ടോ. അതൊക്കെ പൂരിപ്പിക്കുമ്പോ തന്നെ സ്വന്തം എന്താവുക, മനസ്സിലാക്കി നോക്കുക. ഇതിൽ ഏതാണ് മുഅറബ്, ഏതൊക്കെയാണ് മബ്നി എന്നുള്ളത് മനസ്സിലാക്കി നോക്കട്ടോ. എന്നാലും നമുക്ക് പാഠം പഠിഞ്ഞിക്കണോ എന്നുള്ളത് നമുക്കും കൂടെ ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അടുത്ത പ്രവർത്തനം എന്താണ്? നുഅരിബു, അറബിയിലാക്കാം. നമുക്ക് അറബിയിലാക്കാം. വളരെ സുഖല്ലേ? കഅബ എവിടെയാണ്? അപ്പൊ ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? ചോദ്യത്തിന്റെ ചിഹ്നാട്ടോ ഫസ്റ്റ് വരിക, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എവിടെ എന്നുള്ളതിന് അയിനാന്നല്ല പറയാ. അപ്പൊ ഐനൽ കഅബത്തു. ഇനി പേന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പേനക്ക് എന്താ അറബി പറയാ? കലമ്. എവിടെയെന്നുള്ളതിന് അയിന. അപ്പൊ അയിനാന്ന് ഫസ്റ്റ് എഴുതണം. എന്നിട്ട് ഐനൽ കലമു ആ രൂപത്തിൽ എഴുതട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ്? ഇത് എന്റെ മദ്രസയാണ്. അപ്പൊ അതെങ്ങനെ അറബിയിലാക്ക? ഇത് എന്നുള്ളതിന് ഹാദ എന്നാണ് പറയല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി പെണ്ണാണെങ്കില് മദ്രസത്ത് എന്ന് പറയുമ്പോ എന്താണ്? ഹാസിഹി എന്ന് വേണം, പെണ്ണായോണ്ട് അല്ലേ? ഹാസിഹി. അപ്പോ ഇത് എന്റെ പേനയാണെന്ന് എങ്ങനെ പറയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്നുള്ളതിന് ഹാദ എന്നും പേന എന്നുള്ളതിന് കലമു എന്നും. അപ്പോ എന്റെ പേന എന്നുള്ളതിന് കലമീ, എന്റെ പേന. പുസ്തകത്തിന് കിതാബ് എന്ന് പറയല്ലേ. ഇപ്പൊ കിതാബി എന്ന് പറഞ്ഞാൽ എന്റെ കിതാബാവും. അപ്പൊ മദ്രസക്ക് എന്താ അറബി പറയാ? മദ്രസ. അപ്പൊ എന്റെ മദ്രസ എന്നുള്ളതിന് മദ്രസത്തി. അപ്പൊ ഹാസിഹി മദ്രസത്തി എന്നാണ് അതിന്റെ ഉത്തരം വരിക ട്ടോ. അടുത്തത് നോക്കുക. നുലാഹിദുൽ മുഫ്രദി വൽ ജംഇ. ജംഉ മുഫ്രദ് ശ്രദ്ധിക്കാനാണ്. നമുക്ക് ശ്രദ്ധിക്കാം. അൽ മുഫ്രദ് വൽ ജംഉ. ജംഇന് മുഫ്രദിനെ നമുക്ക് ശ്രദ്ധിക്കാം ട്ടോ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീടല്ലേ. ഒരു വീടിനാണ് ബൈത്ത് എന്ന് പറയാ. അപ്പൊ ഒരുപാട് വീടുകളുണ്ട്, അതിനെന്താ പറയാ? ബുയൂത്തുൻ. അതാണ് ബൈത്ത് എന്നുള്ളതിന്റെ ജം കേട്ടോ. ഒന്നിനെ പറയുമ്പോഴാണ് മുഫ്രദ് എന്ന് പറയാ, ഒരുപാട് എണ്ണത്തിന് പറയുമ്പോഴാണ് ജം എന്ന് പറയാ ട്ടോ. ഇപ്പൊ സ്വലാത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരം. ഒരൊറ്റ നിസ്കാരത്തിനാണ് നമ്മൾ സ്വലാത്ത് എന്ന് പറയാ. ഇനി ഒരുപാട് നിസ്കാരങ്ങൾ ഉണ്ട്, അപ്പൊ എന്താ പറയാ? സ്വലവാത്തുൻ, നിസ്കാരങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ജം കേട്ടോ. ഇനി അടുത്തതാണ് നഖ്റഉൽ ആയാത്തി താലിയത്തി വനക്തശിഫു മിൻഹൽ കലിമാത്തിൽ മബ്നിയത വനഹുത്തു തഹ്തഹ. അഥവാ പറയപ്പെടുന്നതേ താഴെ നൽകിയിട്ടുള്ള ആയത്ത് നമുക്ക് എന്താവാം, ഓതി നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് മബ്നിയായ പദങ്ങൾക്ക് നേരെ അടിവര ഇടാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ആയത്ത് എന്താണ്? ഇന്ന ഹാദിഹി തദ്കിറത്തുൻ. അപ്പോ അതിലെത്ര മബ്നി ഉണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കണം. മബ്നിയില് എന്തൊക്കെ വരും എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം അല്ലെ? ഹർഫ്, ളമീർ, അസ്മാഉൽ ഇഷാറ, അദവാത്തുൽ ഇസ്തിഫ്ഹാം, ഫീൽ, മാദി, അംറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന എന്നുള്ളത് എന്താണ്? നമ്മൾ പഠിച്ചുകൊള്ളല്ലോ, എന്താണ്? ഹർഫാണ്. അപ്പൊ എന്താണ്? മബ്നിയാണ്. അപ്പൊ അതിന് അടിവര ഇട്ട് കൊടുക്കുക പെൻസിൽ കൊണ്ട്. അതുപോലെ ഹാദിഹി, ഹാദിഹി എന്നുള്ളത് എന്താണ്? ആലോചിച്ച് നോക്കി. ഇസ്മുൽ ഇഷാറ അല്ലേ? അസ്മാഉൽ ഇഷാറ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ? അത് ഇതിലാണ് വരിക, മബ്നിയിൽ തന്നെയല്ലേ? അപ്പൊ അതെന്താണ്? മബ്നിയാണ്. ഇത് രണ്ടുമാണ് അതിൽ മബ്നി കേട്ടോ. ഇനി അടുത്തതാണ് ലാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. അതിലുണ്ട് എത്രണ്ണം? 3 എണ്ണം. ഒന്നേതാണ്? ലാലിക്ക, അസ്മാഉൽ ഇഷാറ ആയതുകൊണ്ട് അത് മബ്നിയാണ്. അതുപോലെ ലാ എന്നുള്ളത് എന്താണ്? ഹറഫാണ്. അപ്പൊ അതും മബ്നിയാണ്. അതുപോലെ ഫീഹി എന്നുള്ളതിൽ ഫീ എന്നുള്ളത് എന്താണ്? മബ്നിയാണ്. അപ്പൊ ആ രൂപത്തില് പഠിക്കട്ടോ. ഇനി നോക്കുക, അൽ മുഅ്ജം അഥവാ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട 1-2 അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കട്ടോ. ഒന്ന്, തവജ്ജഹ യതവജ്ജഹു. എന്താ അർത്ഥം? മുന്നിടുക, മുന്നിട്ടു. നമ്മൾ പഠിച്ചാണല്ലേ? യതവജ്ജഹുൽ മുസ്ലിമൂന, മുസ്ലിമുകൾ മുന്നിടുന്നു. അതുപോലെ വുളിഅ, വുളിഅ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപിക്കപ്പെട്ടു. ഇതിന്റെ അവസാനത്തിൽ കണ്ടില്ല, അൽ മുഅറബു വൽ മബ്നിയു. അത് രണ്ടുമാണ് ഈ പാഠത്തുനിന്ന് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. മുഅറബ് പറഞ്ഞാൽ എന്താണ്? മാറ്റം, അവസാനത്തിൽ മാറ്റം സംഭവിക്കുന്നത്. അതിനാണ് എന്തെന്ന് പറയാ? മുഅറബ്. മബ്നി പറഞ്ഞാൽ എന്താണ്? മാറ്റം സംഭവിക്കാത്തത്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തുനിന്ന് പഠിക്കാനുള്ളത്. ഇനി പാഠത്തുനിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അതും കൂടെ ശ്രദ്ധിക്കട്ടോ. അഥവാ നമ്മൾ ഓരോ വാക്കുകൾ എഴുതുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഫതഹ്, ലൊമ്മ്, കസ്റ്, സുക്കൂനൊക്കെ വരൂലേ? അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. അതിന് പറയുന്ന മുഴുവൻ പേരാണ് അൻവാ ഉൽ ഇറാബ്. ഇറാബിന്റെ ഇനങ്ങള്. അത് 4 ഇറാബുകൾ. എത്രണ്ണാണ്? 4. ഒന്ന് ഏതാണ്? റഫ്. അതായത് നമ്മളെ ലൊമ്മുണ്ടല്ലോ, അതിനാണ് എന്തെന്ന് പറയാ? റഫ് എന്ന് പറയാ. രണ്ടാമത്തത് നെസ്ബ്. അതായത് നമ്മളെ ഫതഹില്ലേ, നമ്മൾ പണ്ട് ഫതഹ് ഫതഹ് എന്ന് പറഞ്ഞില്ലേ, അതിനാണ് നെസ്ബ് എന്ന് പറയട്ടോ. മൂന്നാമത്തത് ജറ്. അതായത് നമ്മൾ കസ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് എന്തെന്നുള്ളത്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ജറ്. നാലാമത്തെ എന്താണ്? സുക്കൂന്. അതിന് പറയുന്ന പേരാണ് ജസ്മ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട കാര്യം,
അൻവാഉൽ ഇറാബ് 4 ഇറാബുകൾ എത്രണ്ണാണ്? 4. ഒന്ന് റഫ്, 2 നസ്ബ്, 3 ജറ്, 4 ജസ്മ്. ഞാൻ ഓരോന്നും ഉദാഹരണം പറയുകയാണെങ്കിൽ റഫ് ആവുമ്പോ മുഹമ്മദുൻ, അവസാനത്തിൽ കണ്ടില്ലേ മുഹമ്മദുൻ. അതുപോലെ നസ്ബ് ആവുമ്പോ മുഹമ്മദൻ, ഫതഹാണ് വരിക. ജറാവുമ്പോ മുഹമ്മദിൻ, സുക്കൂനാവും. ജസ്മാവുമ്പോള് മുഹമ്മദ്. ആ രൂപത്തിലാണ് വരിക. അപ്പൊ ഇതാണ് റഫ്, നസ്ബ്, ജറ്, ജസ്മ് എന്ന് പറഞ്ഞാല്. ഇതും കൂടെ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ക്ലാസ് മനസ്സിലായാല് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ മുമ്പുള്ള വീഡിയോകളുടെ അടിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഫോൺ നമ്പർ ഉണ്ടാവും, അതിൽ വാട്സപ്പ് ചെയ്യുക. സംശയങ്ങൾ തീർത്തു തരുന്നതാണ്. അസ്സലാമു അലൈക്കും.